ഹായ് ഹലോ നമസ്കാരം. ഇന്ന് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര സുന്ദരനായിട്ട് കഴിഞ്ഞ ആഴ്ച വന്ന പോലെ ഭയങ്കര കിടുക്കനായിട്ട് ലാലേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അതിനു മുമ്പ് വെൽക്കം ടു BBA ടോക്സ്. അപ്പം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ലാലേട്ടൻ്റെ എൻട്രിയാണ്. ഈ ആഴ്ച അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ലാലേട്ടൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, എല്ലാവർക്കും വഴക്ക് കൊടുക്കുമോ, അല്ലെങ്കിൽ എന്തൊക്കെ പണികളാണ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചിന്ത. അതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചത് കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂമാണ്. നല്ല കിടുക്കൻ ഒരു കോസ്റ്റ്യൂം. ലാലേട്ടൻ മുണ്ടെടുത്ത് വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതൊരു വികാരമാണ് കേരളക്കരയ്ക്ക്. അതേപോലെ തന്നെ മുണ്ടൊക്കെ എടുത്ത് നല്ല പൂക്കൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരെയും കാണുന്നു, മീറ്റ് ചെയ്യുന്നു. ഇന്ന് ബിഗ് ബോസിലുള്ള എല്ലാവരും ഭയങ്കര സുന്ദരന്മാരാണ്. കാരണം ഇത് സാറ്റർഡേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കോസ്റ്റ്യൂമും മേക്കപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ആഴ്ച, നിങ്ങളുടെ പണികളൊക്കെ കൃത്യമായിട്ട് ചെയ്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാലേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എലിമിനേഷനിലൂടെയും പുറത്താക്കാം, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പുറത്തേക്കാനുള്ള വേറൊരു ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട്, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ളത്. അപ്പം എന്തുകൊണ്ട് അത് പുറത്താക്കിയില്ല, നിങ്ങൾക്കൊരു അവസരം കിട്ടിയതല്ലേ, അത് യൂസ് ചെയ്യാത്ത എന്താണെന്ന് ഓരോരുത്തരത്തും ചോദിക്കുന്നു. അപ്പം ചൈത്യനെ നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു വ്യക്തി സ്വന്തം കാര്യം സേഫ് ആക്കിയിട്ട് വെക്കും. അപ്പം ചൈത്യ ആദ്യം തന്നെ ചൈത്യയുടെ ചോദിച്ചു പറഞ്ഞു, ലാലേട്ടൻ ഞാൻ ശ്രമിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഞാൻ ഉറങ്ങാതെ 3-4 ദിവസം ഇരുന്നു. ഇടയ്ക്കൊന്ന് ഉറങ്ങിയ സമയത്ത് അവരെന്നെ എടുത്ത് ഇതിൻ്റെ അവിടം വരെ കൊണ്ടുവന്നു. പക്ഷെ എൻ്റെ ഭാഗ്യയോട് ഞാൻ എണീറ്റു എന്നുള്ളതാണ് ചൈത്യയുടെ എക്സ്പ്ലനേഷൻ. നമുക്ക് ചൈത്യനെ അറിയാം, ചൈത്യ ഒരു സേഫ് ഗെയിമർ ആണെന്ന് ആളുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല, എന്നാൽ സേഫായിട്ട് തട്ടിയും മുട്ടി എന്നെ ആരും കാണണ്ടാന്ന് പറഞ്ഞിട്ട് ആ വഴി കൂടെ പോകുന്ന ഒരവസ്ഥയിലാണ് ചൈത്യ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഇരട്ടപ്പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നു. ഇരട്ടപ്പേരുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അക്ബർ രേണു സുധിക്ക് ഇട്ട പേര്. അപ്പം രേണു സുധിയോട് ചോദിക്കുന്നുണ്ട്, മോളെ അത് വിഷമമായെങ്കിൽ ഞാൻ സോറി പറയുന്നു, അത് വിളിച്ചപ്പം എന്തായിരുന്നു മനസ്സിലെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, എനിക്ക് വിഷമമായി, ഞാൻ എല്ലാവരുടെയും മുൻപിൽ ചമ്മി നാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ ഓൾറെഡി സോറി പറഞ്ഞതാണ്, ക്യാമറയുടെ ഫ്രണ്ടിലും വന്ന് സോറി പറഞ്ഞതാണ്. അക്ബർ പറഞ്ഞു, എല്ലാവരും ഓരോ പേരുകൾ കൊടുത്തു, ഞാനും ഒരു പേര് കൊടുത്തു, എനിക്ക് ഇവരുടെ പുറത്തുള്ള ലൈഫ് എന്താണെന്ന് അറിയില്ല, മറ്റു കാര്യങ്ങളെപ്പറ്റി എനിക്കറിയില്ല, ഇവിടെ വന്ന് കണ്ടതിൻ്റെ ബേസിലാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ പേരിട്ടതിനോട് വ്യക്തിപരമായിട്ടും നമ്മളുടെ ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് അത് ശരിയല്ല. പക്ഷെ സോറി പറഞ്ഞു, ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സോറി പറഞ്ഞു, അത് അവിടെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ മുന്നോട്ട് വരുമോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. അപ്പം ശാരികയോട് ചോദിക്കുന്നുണ്ട്, ശാരികയോടും ബിന്നിയോടൊക്കെ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വിളിച്ചത് ശരിയാണോ. അതുപോലെ തന്നെ ആദിൽ നൂറായനെ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദിൽ നൂറയിൽ അവിടെ അവർ സംസാരിച്ച സമയത്ത് വിക്ടിം കാർഡ് ഇറക്കുന്നു എന്നുള്ളൊരു സംസാരം വന്നിട്ട് അത് നോറയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ നൂറയല്ല, നോറയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോറ ഇങ്ങനെ പറഞ്ഞു, ഇത്തരത്തിലെ ചീപ്പ് വിക്ടിം കാർഡൊന്നും ഇവിടെ ഇറക്കില്ല, സ്ത്രീ വുമൺ കാർഡ് ഇറക്കുന്നു എന്നൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പേര് വിളിച്ചത് തെറ്റാണ്, അത് ആ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്ത് വിടുന്നു. അടുത്തതാണ് നമ്മുടെ കിടിലൻ സാധനം. അതായത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, കയ്യിലുള്ള മേക്കപ്പ് സാധനങ്ങൾ ബിഗ് ബോസ് തന്നിരിക്കുന്നതല്ലാതെ വേറെ ഒരു സാധനം അവിടെ വെക്കാൻ പറ്റില്ല, ഡ്രസ്സ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെക്കണം. നമ്മുടെ മിഷേലാണെങ്കിൽ ശരിക്കും ലിപ്സ്റ്റിക്ക് എടുത്ത് മാറ്റി വെച്ച കാര്യം എല്ലാവരും കണ്ടുപിടിച്ചു. അവരിങ്ങനെ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ കുറച്ച് സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ വന്നപ്പം ലാലേട്ടനോട് ചോദിച്ചു, എല്ലാം എടുത്ത് വെച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചു. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഉറപ്പാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും ചോദിച്ചു ഉറപ്പാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഒരു കൺസീലർ മാത്രം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും വീട്ടിലുള്ള ആർക്കും അറിയില്ല, പക്ഷെ നമുക്കറിയാമല്ലോ, ലാലേട്ടനും ലാലേട്ടൻ്റെ ടീമും ഫുൾ സജ്ജമാണ്, എന്തായാലും കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒരു പണിഷ്മെൻറ്റ് ലാലേട്ടൻ കൊടുത്തു. അതൊരു കിടിലൻ പണിയാണ്. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് ചെറുതാക്കുന്നില്ല, 7ൻ്റെ പണി. അപ്പം മിഷേലിൻ്റെ ഒരു ബാഗ് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ അയക്കുകയാണ്. ആ ബാഗിൽ എന്തൊക്കെ സാധനം ഉണ്ടോ അതൊക്കെ നാട്ടിലേക്ക് പോവുകയാണ്, ഇനി ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. അത് കിടിലൻ പണിയാണ്. കാരണം
പണിയാകുന്നതെന്ന് പറഞ്ഞാൽ അവരൊരു മോഡലാണ്. അവർ ഭയങ്കര നല്ല രീതിയിൽ ഡ്രസ്സപ്പ് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം, ഓഡിയൻസിലേക്ക് ആ സാധനം എത്തുന്നതാണ്. അപ്പം ഒരു പക്ഷേ ഈ സാധനങ്ങളൊക്കെ പോയി കഴിയുമ്പം അവരെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ കുറച്ച് പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിവിനൊരു പരാതി ഉണ്ടായിരുന്നു, ഇടയ്ക്ക് പോയിട്ട് എനിക്ക് കളർഫുള്ളായിട്ടുള്ള കുറച്ച് ഷൂസ് വേണം എന്നൊക്കെ. അപ്പോൾ അതിന് ഭാഗമായിട്ട് ലാലേട്ടൻ നിവിനൊരു ഷൂസ് കൊടുത്തു. നിവിനെ ചോദിച്ചു, മോനെ നിനക്ക് ഷൂ വേണമെന്ന് നീ പറഞ്ഞില്ലേ, ഞാൻ ഷൂ തരാം, നിനക്ക് ഷൂ അവിടെ വെച്ചിട്ടുണ്ട്, നിനക്കൊരു ഷൂ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ എന്താ, സൈസ് പോലും എത്താത്തൊരു ലേഡീസ് ചപ്പലാണ്. പക്ഷെ നിവിൻ അത്രത്ത് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ ആണെങ്കിലും. അപ്പോൾ ഒരു ഹീൽസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിവിനും ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, കുട്ടികളെ പിടിച്ചിരിക്കുന്നത്. ലാലേട്ട ഇത് ഓക്കെയാണ്, പക്ഷേ ഇത് ഒരെണ്ണം ഉള്ളൂ, പിന്നെ എനിക്കിത് കൈ മാത്രമേ, കൈയിൻ്റെ ഇത്ര ഭാഗം കയറുള്ളൂ, കാല് കയറില്ല, അതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എടാ നീ ഒരു ഷൂ ചോദിച്ചു, ഞാൻ അവിടെ ഇടപെട്ട് ഒരു ഷൂ നിനക്ക് തന്നു, നീ പറയണമായിരുന്നു വ്യക്തമായിട്ട് എനിക്കൊരു ജോഡി ഷൂസ് എന്ന് പറയണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, ഒന്നും അല്ലേട്ടെ എനിക്ക് ഒരു ജോഡി ഷൂസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച എന്നെ തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇരട്ടപ്പേര് ഇട്ടതിൻ്റെ ഭാഗമായിട്ട് കുറേ പേർക്ക് ഇരട്ടപ്പേര് വീണായിരുന്നു. അതിപ്പം ആ പേരിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി അവരുടെ പേരുണ്ട്. ഇപ്പോൾ അനീഷാണെങ്കിൽ അനീഷിൻ്റെ പേര് അവിടെ ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇരട്ടപ്പേര് എന്താണോ അതും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒന്നും കൊടുത്തില്ല, കുറച്ച് പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഒരു കിടിലം സാധനം രേണു സുധിക്ക് കിട്ടുന്നത്. ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതായത് രേണു സുധിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഞാൻ 1ാമത്തെ ആഴ്ചയിൽ എലിമിനേഷനിലാണ്, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. അപ്പം എല്ലാവർക്കും സംശയമായിരുന്നു. അതായത് കൂടുതൽ ഡീറ്റെയിലിംഗ് അറിയാത്ത അല്ലെങ്കിൽ കുറച്ച് അധികം ആൾക്കാർക്ക് അപ്പോൾ അവിടെ എന്താ മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, വീഡിയോസ് എടുക്കാം എന്നുള്ള രീതിയാണ് എന്നുള്ളത്. ലാലേട്ടൻ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്തു. അപ്പോൾ എല്ലാവരും അയ്യോ ഇങ്ങനൊരു വീഡിയോ ഉണ്ടല്ലോ എന്ന് കാണുന്നു. രേണു സുധി പറഞ്ഞു, അത് എൻ്റെ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആളാണിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ചോദിക്കുന്നുണ്ട്, എന്താണ് 1ാമത്തെ ആഴ്ചയിൽ എലിമിനേഷന് വരുമെന്ന് അറിയാമായിരുന്നു? 1ാമത്തെ ആഴ്ച വരുമെന്ന് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തു വെച്ചത്. അപ്പോൾ ലാലേട്ടൻ തിരിച്ച് പറയുന്നത്, ഒരു കാര്യം ചെയ്യുക, 2, 3 ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് അയച്ചാൽ ഞാനത് പോസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പിസോഡ് രേണു സുധി ത്രൂ കണ്ടന്റ് പോവുകയാണെങ്കിൽ രേണു സുധി അതിനുശേഷം ക്യാമറയുടെ ഫ്രണ്ടിൽ, എപ്പിസോഡ് കഴിഞ്ഞിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് പറയാണ്, അത് എൻ്റെ ഒരു കസിൻ, പേരൊന്നുമില്ല കസിന്, എൻ്റെ ഒരു കസിനാണ് ഹാൻഡിൽ ചെയ്യണത്, കസിനോട് ഞാൻ പറഞ്ഞതാണ് അത് വേണോ വേണ്ടിയോ എനിക്കിതിനെപ്പറ്റി അറിയില്ല, പക്ഷേ അറിയാതെയാണ് അത് ഞാൻ ചെയ്തത്, അത് കാരണം എൻ്റെ ഫ്ലൈറ്റ് വരെ മിസ്സാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പൊന്നു കസിനെ, നീ അത് ഇനി തൊട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇടരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇതിനു പകരമായിട്ട് ഞാൻ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറായി, എന്നാൽ 10 തവണ ഏത്തമിടാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഏത്തമിടുകയാണ്. അതിൻ്റെ ആവശ്യകത എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരിയുടെ കണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അനുമോൾ ഇങ്ങനെ പുറകെ കൂടെ എന്താ ഈ കാണിക്കുന്നത് എന്നുള്ളൊരു മട്ടിൽ പോകുന്നുണ്ട്. അപ്പം അതിനുശേഷം എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതുവരെ രേണുവിൻ്റെ അല്ലാതെ പുറത്ത് വന്നിട്ടില്ല. ഒരു പക്ഷേ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും, എടുത്തു വച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഇനി PR വർക്കുകൾ ഇവിടെ നടക്കില്ല എന്നുള്ളതിനൊരു ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു തെളിവാണ് ലാലേട്ടൻ അവിടെ തന്നത്. അപ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ഷോ ഡയറക്ടറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, ഹാഫിസ് എന്ന് പറഞ്ഞ് വീക്കെൻഡ് ഷോ ഡയറക്ടറിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അതിൽ ഞങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, PR വർക്കുകൾ ക്വാളിറ്റിയുള്ള കണ്ടൻറ്റ് കൊടുക്കുന്ന മത്സരാർത്ഥികളെ പുറത്താകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കണ്ടൻറ്റുകൾ അറിഞ്ഞിട്ട് ഈ പല യൂട്യൂബ് ട്രോൾസ് അതുപോലെ തന്നെ റിയാക്ഷൻ വഴിയൊക്കെ പുറത്തേക്ക് പോകില്ല, അതിനെ ഷോയിനെ ബാധിക്കില്ല എന്നുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചോദിച്ചോ അത് തന്നെ നമുക്ക് അതിൽ നിന്ന് ലാലേട്ടൻ്റെ ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് എന്ന് കരുതി ഞങ്ങളുടെ ഇൻ്റർവ്യൂ ലാലേട്ടൻ കണ്ടു എന്നുള്ളതല്ല, പക്ഷേ ഞങ്ങൾ എന്ത് ചോദിച്ചോ അത് ഷോ ഡയറക്ടറും നമുക്ക് മറുപടി തന്നു. നിലവിൽ ഇന്ന് ലാലേട്ടനിലൂടെ നമുക്കത് മറുപടി കിട്ടിയിട്ടുണ്ട്. അതിലൊരു നമ്മൾ ഹാപ്പിയാണ്. PR വർക്ക് ഈ തവണ ബിഗ് ബോസിൽ കർശനമായിട്ടും നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് ലാലേട്ടൻ തന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നിലവിൽ നോക്കുമ്പോൾ അതിപ്പം ഈ PR വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഒരു പ്രേക്ഷകൻ്റെ ലെറ്റർ എന്ന രീതിയിലാണ്
പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു പ്രേക്ഷകൻ്റെ അല്ല ഈ അഭിപ്രായം, ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായമായിരുന്നു, ഒരുപാട് പ്രേക്ഷകരുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട് നിലവിലിപ്പം. അതിനുശേഷം ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കോള് ഡയറക്റ്റ് ലാലേട്ടൻ ഷാനവാസിന് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം വൈഫിന് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള, അതായത് ഷാനവാസിൻ്റെ ഹെൽത്ത് ഓക്കെ ആണെന്ന് ഡയറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. കാരണം മത്സരം കുറേയും കൂടെ പോകുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ കോള് കണക്ട് ചെയ്യുന്നത്. അതൊരു സെഗ്മെൻ്റ് ആയിട്ട് ഒരു വീഡിയോ കോളൊക്കെയാണ് നമുക്ക് കാണാറുള്ളത്. പക്ഷേ ഇത് ഫസ്റ്റ് വീക്കിൽ തന്നെ ഷാനവാസിന് അങ്ങനെ ഒരു കോള് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി പോകെ പോകെ മറ്റു മത്സരാർത്ഥികളുടെ വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയില്ല. അതല്ലാതെ ഷാനവാസിന് അത്രയും ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഷാനവാസിന് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങളവിടെ വെറുതെ ഭക്ഷണം കഴിച്ചിരിക്കാതെ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യൂ. എല്ലാവരും ബോഡിയും മറ്റും നോക്കുന്ന കാര്യമല്ലേ. ഈ തവണ അവിടെ ജിം ഇടാത്തത് അവിടെ കൊണ്ടുവച്ച് ആരും ഒന്നും യൂസ് ചെയ്യുന്നില്ല, തുരുമ്പടിച്ച് പോകുന്നുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ തവണ ജിമ്മിൻ്റെ സെറ്റപ്പ് അവിടെ വെക്കാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ ഒരു മോർണിംഗ് എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മുടെ നിവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിവിൻ കുറേ സ്റ്റെപ്പൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്, സൂംബയായിട്ടും കളരിയായിട്ടും ഒക്കെ ആയിട്ട്. അത് പോകെ നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, ഒരു ലാലേട്ടൻ ഒരു അടിപൊളി പാട്ട് ഇട്ട് തന്നാൽ നമ്മൾ എനർജി ആവുമോ എന്നൊക്കെ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാട്ടൊക്കെ ഇട്ട് തരുന്നുണ്ട്, ഇനി കൂടുതലൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നീ പറയേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ അറിഞ്ഞും കേട്ടും ഒക്കെ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പാനി ശരത്തിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര ദേഷ്യം, ഇങ്ങനെയാണോ പുറത്തൊക്കെ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്, എത്രയോ പേര് കാണുന്നുണ്ട്, സെറ്റിലൊക്കെ പോയാൽ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിച്ചപ്പം അപ്പാനി പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയല്ല, കുറച്ച് ദേഷ്യമുണ്ട്, ഞാനത് കൺട്രോൾ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പ്രേക്ഷകർക്ക് മാത്രം അറിയാവുന്ന, ലാലേട്ടനും പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കിടിലൻ സർപ്രൈസ് ഉണ്ട്. മൈജിയുടെ ഒരു റോബോട്ടിക് ഡോഗ്, മീൻസ് അതായത് ഒരു ക്യാമറയാണത്, അവിടെ നടക്കുന്ന കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു റോബോട്ടിക് ഡോഗാണിത്. ആ ഡോഗിനെ ഈ വീക്ക് അതിലേക്ക് കടത്തിവിടും. അപ്പം ഇനിയിപ്പം നമുക്ക് കുറച്ചും കൂടെ കളത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അപ്പം സ്പോട്ടിൽ പിടിവീഴും എന്നുള്ളൊരവസ്ഥയിലാണ് മൈജി ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയ ഇലക്ട്രിക് ഗ്യാജറ്റാണിത്. അപ്പം ഈ ആഴ്ചയിലെ ബിഗ് ബോസിലെ വൈൽഡ് കാർഡ് എൻട്രിയാണ് മൈജിയുടെ ഈ റോബോട്ടിക് ക്യാമ. അപ്പം എന്തായാലും നാളെ ഒരു പക്ഷേ എവിക്ഷൻ കാണാം, എന്നാൽ കാണാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഫസ്റ്റ് വീക്കായതുകൊണ്ട് എവിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്കിലും കുറച്ചുകൂടെ ഫയർ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരിക്കും നാളെ. അതിനു വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.